ഹായ് ഫ്രണ്ട്സ്, മുഖ്യമന്ത്രി സ്ഥാനത്തിനായി UDF നേതാക്കന്മാർ തലങ്ങും വിലങ്ങും നെട്ടോട്ടം ഓടുമ്പോ ഇടതുപക്ഷം ഏതാണ്ട് നിശബ്ദമായ മട്ടാണ്. കാറ്റ് വലത്തോട്ട് ചായുകയാണോ എന്ന് ഏവരും സംശയിക്കുന്നു. അങ്ങനെ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അടുത്ത 5 വർഷം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാണക്കേട് എന്നല്ലാതെ എന്തു പറയാൻ. ഇത് നമ്മൾ കണ്ടതാണ് മുൻപ്, 10 വർഷം മുമ്പ്. വീണ്ടും അത് കാണാൻ പോവുകയാണ്. ഏതാണെങ്കിലും ഇടതുപക്ഷം നിശബ്ദമാണ്. എന്തിനേയും നേടാനുള്ള കരുത്ത് അവർ ആർജിക്കുകയാണെന്ന് ഞാൻ കരുതുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാനാവുന്നതല്ല. EMS മുതൽ ഇങ്ങ് പിണറായി വരെ എന്തെല്ലാം മാറ്റങ്ങൾ അവർ മൂലമുണ്ടായി. ഇപ്പോൾ പോലും ഈ കഴിഞ്ഞ 10 വർഷം പോലും എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും അടിസ്ഥാന മേഖലയിൽ അവർ കൊണ്ടുവന്ന മാറ്റം കണ്ടില്ലെന്ന് ഭാവിക്കാനാവുകയില്ല. റോഡുകൾ, സ്കൂളുകൾ, ആസ്പത്രികളൊക്കെ അടിസ്ഥാന മേഖലയിലാണ് വികസനം കൊണ്ടുവന്നത്. എന്തിന് പുതുപ്പള്ളിയിൽ പോലും സ്മാർട്ട് സ്കൂൾ ഉണ്ടാവുന്നത് പിണറായിയുടെ കാലത്താണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിന് ഒരു തിരുത്തൽ ആവശ്യമാണ്. ആ തിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ചത് ഒരുപക്ഷെ നാളെ കേരളത്തിൽ സംഭവിച്ചേക്കാം.